നമസ്കാരം. അപ്പോൾ നമ്മൾ കൽപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ ഈ ഈ ഭാഗത്തിൽ വരുന്ന കേസസിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് നമ്മൾ നേരത്തെ തുടങ്ങി വെച്ചത്. അപ്പോൾ അതിൽ വരുന്നൊരു സുപ്രധാനമായ ഒരു കേസാണ് അജ്മീർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് AR 1955 പഞ്ചാബ് 13. ഇതൊരു പഴയൊരു ലാൻഡ്മാർക്ക് കേസാണ്. ഇതിൽ രണ്ട് വ്യക്തികൾ A and B എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇതിൽ A ബീനെ ഒന്ന് പേടിപ്പിക്കാനായിട്ട് തൻ്റെ തോക്കെടുത്ത് ആകാശത്തിലോട്ട് വെടിവെച്ചു. എന്നാൽ അതിലുള്ള ഒരു സ്ട്രേ പില്ലറ്റിൻ്റെ ഒരു സ്ട്രേ വന്ന് ബിയിൽ ദേഹത്ത് പതിക്കുകയും ബി അങ്ങനെ മരണപ്പെടുകയും ചെയ്തു. ഇവിടെ എക്ക് ബീനെ കൊല്ലാനായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഇൻറ്റൻഷനും ഇല്ലായിരുന്നു എന്ന് കോടതി കണ്ടെത്തി. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വാദപ്രതിവാദങ്ങളാണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. ഇത് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ വിധിയായിട്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല. അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ രൂപേണ എന്തുകൊണ്ട് ആ ഒരു പോയിന്റിലോട്ട് കോടതി എത്തിച്ചേരാനുണ്ടായ സാഹചര്യം അതിനെക്കുറിച്ചായിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോസിക്യൂഷൻ്റെ ഭാഗത്തിൽ നിന്നും എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഇത് സ്റ്റേറ്റിനെതിരായിട്ടുള്ള ഒരു ഹീനമായ ഒരു കുറ്റകൃത്യമാണ് ഇവിടെ ഈ ഒരു പ്രതി നടത്തിയിരിക്കുന്നത്. തോക്ക് പോലുള്ളൊരു മാരകമായൊരു ആയുധം കൊണ്ട് ഒരാളെ കൊല്ലാനായിട്ട് നിഷ്പ്രയാസം സാധിക്കുമെന്ന് അറിഞ്ഞിരിക്കെ ഇത്രയും മാരകമായൊരു ആയുധം ഉപയോഗിച്ച് ഒരു നിഷ്കളങ്കനായ ഒരു വ്യക്തിയെ പ്രതി കൊന്നിരിക്കുകയാണ്. ആയതിനാൽ പ്രതിക്ക് BNS 101 പ്രകാരം കൊലക്കുറ്റം ചാർത്തപ്പെടുകയും അതിനുള്ള ശിക്ഷ വിധിക്കുകയും ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഡിഫൻസ് ലോയർ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, പ്രതി എന്ന് സൂചിപ്പിക്കുന്ന എൻ്റെ കക്ഷി മറ്റ് എതിർകക്ഷിയെ കൊല്ലണമെന്നുള്ള യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. തോക്കെന്നത് ഒരു മാരകമായൊരു ആയുധം തന്നെയാണ്. എന്നാൽ എൻ്റെ കക്ഷി തോക്ക് മറ്റ് കക്ഷിയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആകാശത്തിലോട്ട് വെടിവെച്ചത്. ഇതിൽ ആ ഒരു പേടിപ്പിക്കണമെന്നുള്ളൊരു ഇൻറ്റൻഷൻ മാത്രമേ എൻ്റെ കക്ഷിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു അപകട സാധ്യത നിറഞ്ഞ ഒരു കേസായിട്ട് കോടതി പരിഗണിക്കണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ കക്ഷിനെ ഈ ഒരു അപകട സാധ്യതകൾ നിറഞ്ഞ, അതായത് ഒരു മനുഷ്യന് ചില അപകടങ്ങൾ പറ്റുമല്ലോ, ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു കേസ് വന്നിരിക്കുന്നത്. ആളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ആകാശത്തിലോട്ട് ഒന്ന് വെടിവെച്ചു. അതിൽ ഒരു പെല്ലറ്റിൻ്റെ ഒരു സ്ട്രേ എന്തോ ദൗർഭാഗ്യപരമായ കാരണം കൊണ്ട് എതിർകക്ഷിയുടെ ദേഹത്ത് പതിക്കുകയും ആൾ മരണപ്പെടുകയും ചെയ്തു. ഇതിൽ ആളെ ഒന്ന് പേടിപ്പിക്കണം എന്നും ഈ ഒരു വഴക്ക് അവിടെ നിന്നിരുന്ന ഒരു സിറ്റുവേഷനിൽ ആളെ ഒന്ന് പേടിപ്പിച്ച് പിന്തിരിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു പ്രവൃത്തി ആയതിനാൽ ഇതിൽ കൊല്ലണമെന്നുള്ള യാതൊരു ഉദ്ദേശവും കടന്നു വരുന്നില്ല. ആയതിനാൽ ഇതൊരിക്കലും കൽപ്പബിൾ ഹോമിസൈഡ് അമൗണ്ടിങ് ടു മർഡർ എന്ന സെക്ഷനിലോട്ട് വരുന്നില്ല. എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പ്രോസിക്യൂഷൻ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും ഇത് ഒരാളെ കൊല്ലണമെന്നുള്ള ഇൻറ്റൻഷനിലൂടെ ചെയ്തൊരു കാര്യമല്ല. ആയതിനാൽ ബഹുമാനപ്പെട്ട കോടതി എൻ്റെ കക്ഷിയുടെ നിരപരാധിത്വം കണക്കിലെടുത്ത് എൻ്റെ കക്ഷിയെ മേൽപ്പറഞ്ഞ വകുപ്പിൽ നിന്നും ഒഴിവാക്കണമെന്നും എൻ്റെ കക്ഷിയുടെ ഉദ്ദേശശുദ്ധി വളരെ വ്യക്തമായതുകൊണ്ടും എൻ്റെ കക്ഷിയെ കഴിയുന്നതും ഈ ഒരു കേസിൽ നിന്നും ഒഴിവാക്കണമെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതിൽ ഞാൻ ഇപ്പോൾ നടത്തിയതെന്ന് പറഞ്ഞാൽ പ്രോസിക്യൂഷൻ്റെയും ഡിഫൻസിൻ്റെയും വാദഗതികളാണ്. ഇപ്പോൾ നമ്മൾ പ്രോസിക്യൂഷനെ മാക്സിമം ഒരു വ്യക്തിനെ ഒരു കുറ്റകൃത്യം, ഒരു സ്റ്റേറ്റിനെതിരായിട്ടുള്ള ഒരു കുറ്റകൃത്യം നടത്തിക്കഴിഞ്ഞാൽ ആ ഒരു പ്രതിക്ക് മാക്സിമം ഉള്ള ഒരു ശിക്ഷ തന്നെ കോടതിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിക്കുക. ഇതിൽ ഡിഫൻസ് കഴിയുന്നതും ആ ഒരു പ്രതി എന്ന് പറഞ്ഞ ഒരാളുടെ നിരപരാധിത്വം തെളിയിക്കുക, അല്ലെങ്കിൽ ചെയ്ത പ്രവൃത്തിയെ സാധൂകരിക്കുന്ന രീതിയിലുള്ള വാദഗതികൾ ഉന്നയിക്കുകയും ആളെ കഴിയുന്നതും ആ ഒരു ശിക്ഷ രീതിയിൽ നിന്നും ഒഴിവാക്കപ്പെടാനും വേണ്ടിയിട്ടാണ് ഡിഫൻസ് ലോയർ വാദിക്കുന്നത്. ഈ രണ്ട് വാദഗതികളും തമ്മിലുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഒന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ പ്രോസിക്യൂഷൻ വാദിച്ചത്
ആളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തോക്കെടുത്ത് വെടിവെക്കുകയും അക്കാരണത്താൽ ആൾ മരണപ്പെടുകയും ചെയ്തു എന്നാണ്. ഇവിടെ പ്രതിക്ക് ഒരു മാക്സിമം ഉള്ള ഒരു ശിക്ഷയായ കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മർഡർ എന്ന് പറഞ്ഞ സെക്ഷനിൽ വരുന്ന 101 വകുപ്പ് പ്രകാരമുള്ളൊരു തരത്തിലുള്ള ഇത് ചാർത്തപ്പെട്ട് അതിനുള്ള പനിഷ്മെൻ്റായ 103 വരുന്ന പനിഷ്മെൻ്റ് വരുന്നത് ഒന്നിന് ലൈഫ് ഇംപ്രിസൺമെൻറ്റ് അല്ലെങ്കിൽ മരണദണ്ഡന. ഇതാണ് ഇതിൽ വരുന്ന പനിഷ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദഗതികൾ. ഞാൻ ചുരുക്കി രൂപേണ നേരത്തെയുള്ള സംഭവത്തിൽ ഞാൻ അവതരിപ്പിച്ചത്. ഇവിടെ ഡിഫൻസ് ലോയറിൻ്റെ വാദഗതികൾ എന്ന് പറയുന്നത് അതൊരു അപകടമാണ് എന്നുള്ള രീതിയിൽ കൊണ്ടെത്തിക്കുകയും അതുകൊണ്ട് പ്രതിയെ വെറുതെ വിടുകയും വേണം എന്നുള്ള വാദഗതികളാണ്. അപ്പോൾ കോടതിയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ആള് വെടിവെച്ചു. അപ്പോൾ എ എന്ന് പറഞ്ഞ വ്യക്തി വെടിവെക്കുകയും അത് പക്ഷെ ബിനെ കൊല്ലണമെന്നുള്ള യാതൊരു തരത്തിലുള്ള ഇൻറ്റൻഷനും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ കൂടെ തോക്കുന്നത് മാരകമായൊരു വെപ്പൺ തന്നെയാണ്. അപ്പോൾ തോക്ക് കൊണ്ട് വെടിവെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് വെടിയേൽക്കുകയാണെങ്കിൽ മരിക്കുമെന്നുള്ളൊരു ബോധം എക്കുണ്ട് എന്നുള്ളൊരു ഫൈൻഡിങ്ങിൽ കോടതി വന്നെത്തി എന്നതാണ് ഈ ഒരു കേസിൻ്റെ സുപ്രധാനമായ ഒരു വിധിയുടെ ഒരു നാഴികക്കല്ലെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊരിക്കലും ഒരു മർഡറിലോട്ടും എത്തത്തില്ല, എന്നാൽ ഇതൊരു അപകട സാധ്യതയിലോട്ടും എത്തത്തില്ല. പക്ഷേ ആൾക്കറിയാമായിരുന്നു ഒരു തോക്ക് ഉപയോഗിച്ച് വെടിവെക്കുമ്പോൾ അത് മറ്റൊരാളുടെ ദേഹത്ത് കൊള്ളുകയാണെങ്കിൽ ആൾ മരണപ്പെടുമെന്നുള്ളൊരു ബോധ്യം പ്രതിക്ക് അറിയാമായിരുന്നു എന്ന് കോടതി കണ്ടെത്തി. എന്നാൽ കൊല്ലണമെന്നുള്ളൊരു ഉദ്ദേശമില്ലായിരുന്നു. അങ്ങനെ വരുന്ന സമയത്തിൽ കോടതി വിധിച്ച വിധി ഇതൊരു കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ എന്നുള്ളൊരു രീതിയിൽ കോടതി വിധിക്കുകയും സെക്ഷൻ 100 പ്രകാരം ആൾക്ക് അതിലുള്ള ശിക്ഷാരീതികളായിട്ടുള്ള ഒന്നുകിൽ ജീവപര്യന്തം അല്ലെങ്കിൽ നോട്ട് ലെസ് ദാൻ 5 years ഉള്ള ഇംപ്രിസ്മെൻറ്റും അത് 10 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം. 10 വർഷം വരെ നീണ്ടു നിൽക്കുന്ന തരത്തിൽ അത് വന്നേക്കാം. മാക്സിമം 10 വർഷം ചിലപ്പോൾ ആൾക്ക് കോടതി വിധിക്കാം. ഇതാണ് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ എന്ന ഭാരതീയ ന്യായ സംഹിതയുടെ ശിക്ഷാരീതി. ഇതിലുള്ള വകുപ്പുകൾ പ്രകാരം പനിഷ്മെന്റ് വരുന്ന ഭാഗമാണ് 105. ഇത് വന്നേക്കാം എന്ന് കോടതി കണ്ടെത്തുകയും അങ്ങനെ വിധിക്കുകയും ചെയ്തു. അതൊരു കേസാണ്, ഒരു സുപ്രധാനമായ ഒരു കേസാണ്. ഇതിലെ കോടതി കണ്ടെത്തിയ സുപ്രധാനമായിട്ടുള്ളൊരു പോയിന്റാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. തോക്ക് കൊണ്ട് വെടിവെച്ചാൽ അത് വെടി കൊള്ളുകയാണെങ്കിൽ മറ്റൊരു വ്യക്തി മരിക്കാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് ഈ വെടിവെച്ച ആൾക്കറിയാം. എന്നാൽ കൊല്ലണമെന്ന യാതൊരു ഉദ്ദേശവും മറ്റേ ആൾക്ക് ഇല്ലായിരുന്നു. അങ്ങനെ വരുമ്പോൾ കോടതി ഈ ഒരു വിധിയിലോട്ട് വന്നെത്തിയത് ആണ് ഈ ഒരു കേസിൻ്റെ സുപ്രധാനമായൊരു കാര്യം.